ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചിന്ന മുട്ടയുടെ ഐറ്റാട്ടോ. അടിപൊളി ഐറ്റാണ്. അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചിന്ന മുട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുട്ടയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെ വെച്ച് നോക്കണം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അധികം ആളുകളും ഇത് വരട്ടി വെക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് വരട്ടി വെക്കാൻ പോകുന്നത്. പച്ചക്കുരുമുളക് നമ്മളെല്ലാവരും വീട്ടിലും, അധികം ആൾക്കാരുടെ വീട്ടിലും പച്ചക്കുരുമുളക് ഉണ്ടാവുമല്ലോ, അതാണ് ഞാനിപ്പോൾ ചതുക്കിയിട്ട് ഇതിലേക്ക് വരട്ടി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണങ്ങിയ കുരുമുളകിനേക്കാളും നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളക്. നമ്മൾ പച്ചക്കുരുമുളക് അരച്ച മത്സ്യക്കറിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിലും ടേസ്റ്റാണ്. നമ്മൾ ഇതിലൊന്ന് ഇട്ട് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് പച്ചക്കുരുമുളകും കൂടി ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിന്ന മുട്ടയാണ്, അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, അത് കഴുകുമ്പോൾ നന്നായി സൂക്ഷിച്ചൊന്ന് മെല്ലെ കഴുകിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ കുറച്ച് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി, ഇതുപോലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതേ പാത്രത്തിൽ തന്നെ, ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ അടിപൊളി ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. അത് ലാസ്റ്റ് കാണിച്ചു തരാം. ആ വെളിച്ചെണ്ണ എന്തിനാണ് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഒരു 25 എടുക്കാം. അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നല്ല ബ്രൗൺ നിറാകുമ്പോഴേക്ക് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചക്കുരുമുളക് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് എടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 സ്പൂണ് 3 സ്പൂണോളം, 3 സ്പൂൺ തികയില്ല അത്ര ഞാൻ എടുത്തിട്ടുള്ള കുരുമുളക്. കാരണം മക്കൾക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറവാണ് എടുത്തത്. അത് ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതുക്കിയിട്ട് ഈ ഉള്ളിയിലേക്ക് ഒന്നിടുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ ചതുക്കിയിട്ട് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് നിറം മാറിയെന്ന് വരും, കുഴപ്പമൊന്നുമില്ല. നിറം മാറിയത് പച്ചക്കുരുമുളക് അരച്ച് ആ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ലെങ്കിൽ, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ അതൊന്ന് കളറ് മാറിയിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഉള്ളിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. നമ്മൾ അടുപ്പിനടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഗ്യാസ് മീഡിയത്തിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ കരിയൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. കറിവേപ്പിലിൻ്റെ ഫ്ലേവറും കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരിക. പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെ വേവിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിക്കാതെ തന്നെ, പക്ഷേ അതൊന്ന് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മസാല ഇതിലേക്കൊന്ന് പിടിക്കാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് എല്ലാ സ്ഥലത്തേക്കും മസാല എത്തത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ തന്നെ ഇളക്കിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ എല്ലാ അംശവും ഒന്ന് ഫുള്ള് വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അത് ഈ ഇളക്കി യോജിപ്പിക്കുന്നതിലാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല.
ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതേ സ്റ്റേജിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് എടുത്തിട്ട് കഴിക്കാനുള്ള ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി സാധനം ഇതിലേക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇവിടെ നാളികേര പാലാണ് കേട്ടോ അവിടെ എടുത്തത്. 1 പാലാണ് എടുത്തത്. നല്ല കട്ടിയുള്ള പാൽ 1 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് വറ്റിച്ചെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണേ. ഇതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് വറ്റിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വറ്റിച്ച് വല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് സമയത്ത് ഉപയോഗിക്കാം. ഞാൻ ഇത് ഒന്നും കൂടി വറ്റിക്കാൻ കേട്ടോ. നാളികേരപ്പാലിൽ കിടന്നിട്ടൊന്ന് വറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും കൂടി വറ്റിയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വേണമെന്നില്ലെങ്കിൽ അടയ്ക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആ നാളികേരപ്പാലിൻ്റെ എണ്ണയൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് ശരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ അടിപൊളിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടോ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തതായി ഞാൻ വരുന്നവരെ ബായ്.